അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഫഹ്മൻ വഅഖ്ലൻ വഅദബൻ കാമില റബ്ബി തമ്മിൻ ബിൽ ഖൈരി വസ്സആദ. അല്ലാഹുമ്മ വജ്ജിഹ്നാ ഇലൽ ഖൈർ വജ്ജിഹിൽ ഖൈറ ഇലൈനാ യാ അർഹമർ റഹീമീൻ. ബഹുമാനമുള്ള ഫിഖ്ഹ് മസ്അല ഗ്രൂപ്പിലെ എൻ്റെ വേണ്ടപ്പെട്ട എല്ലാവരോടും നാം തുടർന്നു വരുന്ന അനന്തരാവകാശ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച അതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതിൻ്റെ ബാക്കിയിലേക്ക് നാം ഇപ്പോൾ പ്രവേശിക്കാൻ പോകുന്നു. അനന്തരാവകാശത്തിന്റെ ആളുകളെ നാം എണ്ണി പറഞ്ഞു. 25 ആളുകൾക്കാണ് കിട്ടുക എന്നും അതിൽ കിട്ടാത്ത ആളുകളുടെ എണ്ണവും പേരും ഒക്കെ നാം വ്യക്തമാക്കി. അപ്പോൾ കിട്ടുന്നത് 25 എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അവർക്കെല്ലാവർക്കും ഒരേ ടൈമിൽ കിട്ടുമെന്ന് അല്ല, ഒരിക്കലും അങ്ങനെ വരില്ല. പിന്നെയോ അവർ അതിന് അർഹരാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഏതുപോലെ നാം ഒരു അഭ്യസ്ത വിദ്യനായി ഒരു PSC പരീക്ഷയ്ക്ക് അപേക്ഷിക്കേണ്ടുന്ന ഒരു ഗണത്തിൽപ്പെടുകയും അങ്ങനെ നാം അതിന് അപേക്ഷ നൽകുകയൊക്കെ ചെയ്താൽ ആ പരീക്ഷയിൽ പിന്നെ പാസ്സായവർക്കാണല്ലോ ഗവൺമെന്റ് തലത്തിലുള്ള ഉദ്യോഗം കിട്ടുന്നത്. എന്ന് വെച്ച് അതിൽ കിട്ടാത്തവരൊക്കെ ഒന്നിനും പറ്റാത്തവരെന്നോ അവരിതിന് അർഹരല്ല എന്നോ അർത്ഥമില്ല. പക്ഷെ നിബന്ധന പൂർത്തിയാക്കിയ രീതിയിൽ കിട്ടിയത് ആർക്കാണ്? ഇവർക്കാണ് എന്ന് നമുക്കറിയാമെങ്കിൽ, ഇതൊരു ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. ഇതുപോലെ നമുക്ക് ഉദാഹരണങ്ങളിലൂടെ കാര്യങ്ങളെ ഒന്ന് ബോധ്യപ്പെടാൻ വേണ്ടി പറഞ്ഞാണ്. ഉദാഹരണങ്ങളിൽ പലതിലും ചിലപ്പോൾ നമ്മൾ കരുതിയ സൂട്ടിൽ വന്നിട്ടില്ലെങ്കിലും അതിമെ പിടിച്ചു തൂങ്ങരുത്. എന്നതുപോലെ ഇവർക്കൊക്കെ കിട്ടാൻ അർഹത ഉണ്ട് എന്നാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇവരൊക്കെ മറ്റുള്ളവരെ കൂടെ വരുന്ന സമയത്ത് ചിലവരൊക്കെ ഒഴിവാവും, ചിലവർക്ക് കുറയും, ചിലവർ മറ്റുള്ളവരെ കൂടെ അസബയാവും. ഇങ്ങനെയൊക്കെയുള്ള മസലകളുണ്ട്. അതെല്ലാം നമുക്ക് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിലൂടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിലാരും ധൃതി പിടിക്കേണ്ടതില്ല, ഒരു ആശങ്കപ്പെടേണ്ടതുമില്ല. വിഷയം നമുക്ക് തിരിഞ്ഞു വരും ഇൻഷാ അല്ലാഹ്. കാരണം പിന്നെ ഒരു പുതിയ വിഷയവും അല്ലേ, അതുകൊണ്ടാണ് അതൊക്കെ. അപ്പോ പിന്നെ മറ്റൊന്ന് ഇതിൽ സൂചിപ്പിക്കാനുള്ളത്, ഇതിൽ വരുന്ന കണക്കുകൾ മുഴുവനും ഭിന്നസംഖ്യയുടെ കണക്കുകളാണ്. കാരണം 1/2, 1/3, 2/3, 1/4, 1/8, 1/6 ഇങ്ങനെയൊക്കെയാണല്ലോ വരുന്നത്. അപ്പൊ ഇതൊക്കെ വരുന്ന സമയത്ത് ഈ അവകാശികൾ ഒരാൾക്ക് 1/3 ആയിരിക്കും, ഒരാൾക്ക് 1/2 ആയിരിക്കും, ഒരാൾക്ക് 1/4 ആയിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൂടി വരുമ്പോൾ അതിൽ നിന്നും മൊത്തത്തിൽ ഒരു മസല ഉണ്ട്. ആ മസല പ്രകാരം അതിന്റെ കണക്ക് വെച്ചിട്ടൊക്കെയാണ് കൊടുക്കേണ്ടി വരിക. അതെല്ലാം നമുക്ക് ശേഷം വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഞാനിതിപ്പോൾ എടുത്തു പറഞ്ഞത് ഇന്ന് രണ്ടാമത്തെ വിഭാഗത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഇവരും വരുമ്പോൾ പിന്നെ എങ്ങനെയാണെന്നുള്ള ഒരു സംശയം നമ്മൾ മനസ്സിൽ ആദ്യമായിട്ട് വരും. അപ്പൊ അത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വരുമ്പോൾ അത് തിരിയും. നമുക്ക് എല്ലാം കൂടി പറഞ്ഞു വന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു തരും. അപ്പോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓഹരി ചെയ്യാൻ വീടായിരിക്കും, പറമ്പായിരിക്കും, പാടായിരിക്കും, കച്ചവടമായിരിക്കും, അതുപോലെ പിന്നെ കാറുകൾ, അതുപോലെ തന്നെ മറ്റേ നിക്ഷേപം, പിന്നെ ബാങ്കിലൊക്കെ വെച്ച കാശുണ്ടായിരിക്കും. ഇതെല്ലാം കൂടിയൊക്കെ വരുമ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ഒരു ആശങ്ക വരണ്ട. അതെല്ലാം നമുക്ക് പറയാം. അത് വരുന്നത് അത് മൊത്തത്തിൽ അതിനെയൊക്കെ കൂടി വിലക്കെട്ടിയിട്ട് അതിന്റെ തോതനുസരിച്ചായിരിക്കും ഈ അനന്തരാവകാശികൾക്ക് വീതിക്കപ്പെടുക. പിന്നെ അതിന് പറമ്പാണെങ്കിൽ തന്നെ ഇപ്പൊ റോഡ് സൈഡിലുള്ള പിന്നെ വഴി പിന്നെ സ്ഥലം ഉണ്ടാവും, നന്ന ബാക്കിലുള്ളതുണ്ടാവും, അതേപോലെ തന്നെ അങ്ങാടിയിലേക്ക് നീങ്ങുന്നതുണ്ടാവും, വെള്ളം കിട്ടുന്ന സ്ഥലമുള്ളതുണ്ടാവും, അതുപോലെ തന്നെ കൃഷിയിടം നടത്താൻ പറ്റുന്നതുണ്ടാവും. അപ്പൊ ഇതിനൊക്കെ ഏറ്റ വ്യത്യാസങ്ങൾ വരും. അപ്പൊ അതെല്ലാം ഈ പറയുന്നതിന്റെ ഇടയിൽ കൂടി നമുക്ക് ഇങ്ങനെ സംശയങ്ങളായിട്ട് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ അഡ്വാൻസായി ആദ്യമേ പറയുന്നത്, അതെല്ലാം നമുക്ക് ഏകദേശ രൂപം തിരിയും കുറച്ചും കൂട്ടി കടന്നു വരുമ്പോൾ. അതിനെല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നും നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു അതിനെ തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. അപ്പോൾ ആ രീതിയിലുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് കടന്നു വരുന്നുണ്ട്. ഇപ്പോ ഭിന്നസംഖ്യനെ കുറിച്ച് ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, ഇതൊക്കെ അറിയുന്ന അഭ്യസ്ത വിദ്യരായ ആളുകളാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ളത് എന്ന് എനിക്കറിയാം. എല്ലാവർക്കും നല്ല ക്വാളിഫൈഡ് ആയ ആളുകളും എഡ്യൂക്കേറ്റഡ് ആയ ആളുകളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ കണക്കൊന്നും അവർക്ക് പിന്നെ വിഷയമല്ല എന്നും എനിക്കറിയാം. എന്നാലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഇതിങ്ങനെ ഭിന്നസംഖ്യയിലാണ് വരിക എന്ന ഒരു മുൻകരുതൽ ഞാൻ നിങ്ങളിലേക്ക് അറിയിച്ചതാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കറിയാലോ, അപ്പൊ അതിൽ തന്നെ ചില മാറ്റങ്ങൾ വരും. ഇപ്പോൾ 1/2 × 1/2 എന്ന് നമ്മൾ ഇൻഡു ആയിട്ട് വരുമ്പോൾ = 1/4 ആണ്. കാരണം മറ്റ് സംഖ്യകളെ പോലല്ല. 2 × 2 എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന എത്രയാണ്? 4 ആണ് അല്ലെ? അപ്പൊ മുകളിലേക്കാണ്. അതായത് നമ്മള് ഭിന്നസംഖ്യ അല്ലാത്ത
സംഖ്യ ശരിക്കും അതിനെ നമ്മൾ ഗുണിക്കുന്ന സമയത്ത് മുകളിലോട്ട് പോകുമ്പോൾ ഭിന്നസംഖ്യ ഗുണിക്കുമ്പോൾ കീപോട്ടാണ് വരുന്നത്. നമ്മൾ കണ്ടല്ലോ 1/2 എന്ന് പറയുമ്പോൾ ഹാഫ് അല്ലേ, അപ്പൊ അതിനെ 1/2 ഗുണിക്കുമ്പോൾ 1/4 ആണ്, കാലിലേക്ക് വന്നില്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ ആ കണക്കിലും ഉണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വീതം കുറയുകയൊന്നുമില്ല എന്നും അഡ്വാൻസ് ആയിട്ട് ഞാൻ ആദ്യമായിട്ട് പറയുന്നു. അതേസമയത്ത് 1/2 ഹരിക്കണം 1/2 എന്ന് വരികയാണെങ്കിൽ അവിടെ വരുന്നത് 2/2 = 1 എന്ന് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ കൂടുകയാണ്, അങ്ങനെയും വരുന്നുണ്ട്. അപ്പൊ ഹരിക്കുമ്പോൾ കൂടുകയും ഗുണിക്കുമ്പോൾ കുറയുകയും ചെയ്യുന്ന ഒരു രീതി ഭിന്നസംഖ്യയിൽ ഉണ്ട് എന്ന് നമുക്കൊക്കെ അറിയാലോ. അപ്പൊ ആ ഒരു രീതിയിലുള്ള കണക്കാണ് വരുന്നത് എന്നുകൊണ്ട് മുൻകരുതൽ എന്ന രീതിയിൽ അതേക്കുറിച്ചും ഒരു ബോധവാന്മാരായിരിക്കും നമുക്ക് നല്ലതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അറിയും. എന്നാലും നമ്മളിപ്പോ വെറും കാൽക്കുലേറ്ററിനെ സമീപിക്കുന്ന രീതിയല്ലേ. അപ്പോൾ അതിൽ നിന്നും മാറിയിട്ട് നമുക്ക് ഇതുമായിട്ടൊരു ബന്ധവും ഉണ്ടാവുന്നത് ഒരു നല്ലതായിരിക്കും എന്ന് സാന്ദർഭികമായി ഈ വിഷയത്തിന്റെ മുന്നോടിയായിട്ട് നിങ്ങളോട് ഉണർത്തുകയാണ്. അപ്പോ വിഷയം നമുക്ക് ഏകദേശം ഇപ്പോ 2/3 ആളുകളെ നമ്മൾ പറഞ്ഞു, അതിൽ കിട്ടുന്ന ആളുകളെ പറഞ്ഞു. അതില് പ്രത്യേകമായ ഒരു മസല രീതി ഇന്നലെ നമ്മൾ പറഞ്ഞു, അത് എപ്പോഴും മനസ്സിൽ വെക്കുക. അത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മൾ പറഞ്ഞല്ലോ, മൊത്തം 6 ഓഹരിയാണ് പരിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു. അതില് സുലുസാനി എന്ന് പറഞ്ഞ 3/2 ഭാഗം, 2/3 കുറിച്ചുള്ള ആളുകളെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി പറയാൻ പോകുന്നത് 1/2, അതായത് ഹാഫ്, 2/1. അത് കിട്ടുന്ന പകുതി ഭാഗം കിട്ടുന്ന ആളുകൾ ആരൊക്കെയാണ്? അത് കിട്ടുന്നത് 5 പേരാണ്. ഈ 5 പേര് പെട്ടെന്ന് എന്റെ നമ്മളെ ഫിഖ് മസല ഗ്രൂപ്പിലെ എല്ലാവർക്കും പെട്ടെന്ന് ഇപ്പൊ മനസ്സിലാവും. അവരാരെ എന്റെ മുമ്പിൽ പാളുണ്ടെങ്കിൽ പെട്ടെന്ന് അത് മനസ്സിലാവുമായിരുന്നു. അവരാരെന്ന് ചോദിച്ചാൽ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട 4 ആളുകൾ. വളരെ വ്യക്തമായില്ലേ? ഇന്നലെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട 4 ആളുകൾ. ഒരു നിബന്ധനയുണ്ടെന്ന് മാത്രം. ആരാണത്? മകള്, മകന്റെ മകള്, ഉമ്മയും വാപ്പയും ഒത്ത സഹോദരി, വാപ്പ ഒത്ത സഹോദരി. പക്ഷെ അത് അവിടെ നമ്മൾ 3/2 കിട്ടുന്നത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? 3/2 കിട്ടുന്നത് നമ്മൾ പറഞ്ഞു അത് 2 or 2 കൂടുതൽ വരികയാണ്. 2 മകളുണ്ട്, അല്ലെങ്കിൽ 3 മകളുണ്ട്, അല്ലെങ്കിൽ 4 മകളുണ്ട്, അല്ലെങ്കിൽ 10 മകളുണ്ട്, 10,000 ഉണ്ടായിക്കോട്ടെ, അതൊന്നും പ്രശ്നമല്ല. ഒക്കെ നമുക്ക് സങ്കല്പമായിട്ട് പറഞ്ഞതാണ്, അതിന് പിടിച്ചു തൂങ്ങരുത്. അപ്പോ അങ്ങനെ വരുമ്പോൾ അവർക്ക് കിട്ടുന്ന വീതം മറ്റാരുമില്ല, അനന്തരം കിട്ടാൻ അർഹരായ മറ്റാരുമില്ലാതെ ഇവര് മാത്രം വരുന്നു എങ്കിൽ അവർക്ക് കിട്ടുന്ന വീതം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു 9 ലക്ഷം ഉറുപ്പിക ഉണ്ടെങ്കിൽ അതിന്റെ 6 ലക്ഷം രൂപ ഇവർക്കായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോ എന്നതുപോലെ ഈ പറഞ്ഞ ആളുകള്, അതായത് മകള്, മകന്റെ മകള്, ഉമ്മയും വാപ്പയൊത്ത് സഹോദരി, വാപ്പത്ത് സഹോദരി, ഇവര് ഒരാള് മാത്രം വന്നാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇന്നലെ നമ്മൾ പറഞ്ഞത് 2 or 2 കൂടുതലോ എന്നത് മാറ്റിയിട്ട് ഇപ്പോൾ നമ്മളെ പ്ലേറ്റ് മാറി. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരാള് മാത്രം വന്നു എന്നാൽ അവർക്ക് കിട്ടുന്നത് ഹാഫാണ്, 1/2 ആണ്, 2/1 നിസ്ഫ് എന്ന അറബിയിൽ നമ്മൾ പറയുന്ന അതാണ് കിട്ടുന്നത്. അപ്പോ മനസ്സിലാക്കുക, ഒരാൾക്ക് 10 കോടി രൂപ അദ്ദേഹത്തിനുണ്ട് എന്ന് മനസ്സിലാക്കുക. ഏകദേശം നമുക്ക് എന്തും പറയാലോ, നമ്മൾക്കിപ്പോ ഒരു കണക്ക് വെച്ചിട്ടല്ലല്ലോ പറഞ്ഞത്. അങ്ങനെ ഉണ്ട്, അദ്ദേഹം ലോകത്തിന് വിട പറഞ്ഞാൽ, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, മയ്യത്തിനെ കുറിച്ച് പറയുമ്പോൾ മയ്യത്ത് എന്നേ പറയേണ്ടതുള്ളൂ. അത് ആണാവാം പെണ്ണാവാം. ആ മയ്യത്തിനോട് ഈ അനന്തരാവകാശമായിട്ട് വരുന്നത് ആണും പെണ്ണും ഒക്കെ ഉണ്ടായിട്ട് വരാം. പക്ഷെ മയ്യത്ത് ആരാണ്, പെണ്ണാണ്, ആണാണെന്ന് വ്യക്തമാക്കേണ്ടുന്ന ഒരു ആവശ്യം ഈ വിഷയത്തിൽ വരുന്നില്ല. മയ്യത്തിലേക്ക് ചേർക്കപ്പെടുന്ന ആളുകൾക്കുള്ള വീതമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അവിടെയാണ് പ്രാധാന്യവും ഉള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അപ്പോ അങ്ങനെ 10 കോടി ഉള്ള ഒരാള് ഈ ലോകത്തോട് വിട പറഞ്ഞു. അപ്പൊ അയാൾക്ക് ബാക്കിയുള്ളത് ആരാണ്? ആകെ ഉള്ളത് ഒരു മോള് മാത്രമാണ്, ഒരു മകള് മാത്രമാണ്. അപ്പൊ അവിടെ വരും, ഈ മകൾക്ക് മകളല്ലേ മകൾ ചോദിക്കും. പക്ഷെ മകൾക്ക് മകളുണ്ടായിട്ട് കാര്യമില്ല, അത് വേറൊരു വിഷയത്തിലൂടെ പോകും. മകന്റെ മകളുണ്ടെങ്കിൽ അവർക്ക് വേറെ രീതിയിലാണ്. അപ്പോ അതൊക്കെ കൂടി വരുന്ന ഒരു സ്വത്ത് ഓരിവെക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് പോകും. ഇവിടെ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഒരു മകള് മാത്രം ഉള്ളൂ എങ്കിൽ ആ മകൾക്ക് ഈ 10 കോടിയിൽ നിന്നും 5 കോടിക്ക് അവകാശം ഉള്ളൂ എന്നാണ്. വ്യക്തമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അവൾക്ക് കിട്ടുക ഈ 5 കോടിയെ കിട്ടുള്ളൂ. ഇനി അതിന്റെ താഴെ ആവാം, മുകളിലാവാം, എത്രയാണെങ്കിലും ഈ ആനുപാതികത്തിൽ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇനി ആകെ ഉള്ളത് 10,000 രൂപയാണെങ്കിൽ 5,000 രൂപ, 10 ലക്ഷം ആണെങ്കിൽ 5 ലക്ഷം,
ഇങ്ങനെയാണ് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇനി പാടോ പറമ്പൊക്കെ ഉള്ളതായിട്ട് വരികയാണെങ്കിൽ അപ്പൊ അതിനെ വില കെട്ടിയിട്ട് വേറെ രീതിയിൽ പറയാം. ഞാനൊരു എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഇത്ര ഏക്കർ ഉണ്ടെങ്കിൽ ഇത്രയാണ്. കാരണം ഏക്കറയും ഉള്ളതും ഉണ്ടല്ലോ. അപ്പൊ ആരുടെയും മനസ്സിൽ ഇങ്ങനെ തട്ടിക്കുണ്ടാവും, എന്താ ഉസ്താദ് ഏക്കറയെ കുറിച്ചുള്ളതോ അല്ലെങ്കിൽ മറ്റേതോ എന്താ സ്പർശിക്കാതെ പോകുന്നു. അതുകൊണ്ട് ഞാൻ അതും കൂടി അങ്ങ് എടുത്ത് പറഞ്ഞേ ഉള്ളൂ. അതെല്ലാം നമുക്ക് ഒറ്റ ഇതെല്ലാം കൂടി കൂട്ടി പറഞ്ഞതിന് ശേഷം കൂട്ടിയിട്ട് ഓരോരുത്തരെ ആരൊക്കെ ഉണ്ട്, ഒരാൾക്ക് മരിച്ചതിന് ശേഷം വന്നത് അവരൊക്കെ പാടെ കൂട്ടിയിട്ട് വരുമ്പോൾ ഉള്ള സ്വത്തിനൊക്കെ പാടെ കണക്കൂട്ടിയിട്ട് നമുക്ക് അതിന്റെ വിഹിതം പറയാൻ സാധിക്കും. അതിന് കുറച്ചും കൂടി കടന്നു വരണം. അപ്പോ ഇപ്പൊ 10 ഏക്കറയുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഒറ്റയടിക്ക് ഇപ്പൊ പറയാം, ഒരു പെണ്ണുള്ളതുകൊണ്ട് 10 ഏക്കർ ഉണ്ടെങ്കിൽ 5 ഏക്കർ അവൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് നമുക്ക് പറയാം. ഇതങ്ങനെ. ഇനിയിപ്പോ ഒരു മകള്, ഇനി മകളില്ല, ആകെ ഉള്ളതൊരു മകന്റെ മകളാണെങ്കിൽ അവൾക്കും ഈ രീതിയിൽ പകുതിക്ക് അവകാശം ഉണ്ട്. ഇനി അതല്ല, മകളുമില്ല മകന്റെ മകളുമില്ല, ഉള്ളതാരാണ്? ഉമ്മയും വാപ്പയും ഒത്ത സഹോദരി, ഒരു ഉമ്മയിലും വാപ്പയിലും ഉള്ള സഹോദരി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്നിലേക്ക് നോക്കൂ. ഞാൻ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് എനിക്കുള്ളത് എന്റെ ഉമ്മയിലും വാപ്പയിലുമുള്ള എന്റെ ഒരു പെങ്ങള് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അങ്ങനെ വരാലോ. ഒരു പെങ്ങൾ ഉമ്മയും വാപ്പത്തെ സഹോദരൻ, അതാണ് ആ പെങ്ങൾക്ക് എന്റെ സ്വത്തിന്റെ പകുതി ഭാഗമേ കിട്ടൂ. മനസ്സിലായല്ലോ? അങ്ങനെയാണ് അതിന്റെ വിഷയം. ഇനി ഈ ഉമ്മയും വാപ്പയത്തെ സഹോദരി ഇല്ല, ആരുണ്ട്? വാപ്പ ഒത്ത സഹോദരി ഉള്ളൂ ഒരാൾ മരിക്കുന്ന സമയത്ത്. അതെങ്ങനെ? വാപ്പത്തെ സഹോദരി എന്ന് പറയുമ്പോൾ വാപ്പയിൽ ഒത്തു. ഇപ്പൊ എന്റെ വാപ്പ ഒരു ഫർദ നിലക്ക് പറയാണ്, എന്റെ വാപ്പ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്, അപ്പൊ അതിലും കുട്ടിയുണ്ട്. അപ്പോ എന്റെ വാപ്പയിൽ ഒത്ത ഒരു കുട്ടിയാണ്, ആ വേറെ കല്യാണം കഴിച്ചതിലുള്ള കുട്ടിയും ഞാനുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? എന്റെ വാപ്പയിൽ ഒത്ത സഹോദരിയാണത്. എന്റെ ഉമ്മ വേറെ, ആ കുട്ടിയുടെ ഉമ്മ വേറെയാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു സഹോദരിയാണെങ്കിൽ ആ സഹോദരിക്കും കിട്ടുന്ന വിഹിതം എത്രയാണ്? അവൾ മാത്രമുള്ളൂ എങ്കിൽ അവൾക്ക് 1/2, എത്ര? ഹാഫ്, പകുതി മാത്രമേ ഉള്ളൂ. അപ്പൊ പെൺകുട്ടികൾ മാത്രം ഉണ്ടാകുന്ന ഒരു രീതി വരുമ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടാകും എന്ന് വളരെ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. എന്നല്ലാതെ ഒരു പെണ്ണല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നാട്ടു നടപ്പ് മുഖേനയോ അതല്ലെങ്കിൽ പ്രാദേശികമായിട്ട് എവിടെയെങ്കിലും വെച്ചിട്ടുള്ള നിബന്ധന മുഖേനയോ കൊടുക്കാൻ ശറഅ അനുവദിച്ചിട്ടില്ല. ഇനി നോക്കൂ, ഇങ്ങനെ കൊടുക്കണം എന്നാണ് ഈ പെൺകുട്ടിയുടെ സകല കാര്യങ്ങളും, അവള് പ്രായപൂർത്തിയാകുന്നത് വരെയും പ്രായപൂർത്തിയായിട്ടും ഒക്കെ അവളുടെ സകല കാര്യങ്ങളും ഏറ്റെടുക്കപ്പെടുന്നത് അവളുടെ ഭർത്താവ്, അതല്ലെങ്കിൽ അവളുടെ ഉപ്പ, അതല്ലെങ്കിൽ അവിടെ ആങ്ങളാർ, ഇങ്ങനെയാണല്ലോ പോകുന്നത്. എന്നിട്ടും ശറഅ അവൾക്ക് ഇങ്ങനെ ഒരു വിഹിതം വെച്ചു എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഇസ്ലാം കണക്കാക്കുന്ന ഒരു രീതിക്ക് അപ്പുറത്ത് ഒരു വിരൽ അനക്കാൻ പോയിട്ട് അവർക്ക് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അങ്ങനെ ഒരു വിരൽ ചൂണ്ടാൻ കഴിയില്ല പരിശുദ്ധ ഇസ്ലാമിന്റെ നേരെ. ആ നിരക്കുള്ള സ്ഥാനമാനങ്ങൾ പരിശുദ്ധ ദീൻ ആർക്ക് വെച്ചിട്ടുണ്ട്? സ്ത്രീകൾക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതപ്പോ ഇപ്പൊ പറഞ്ഞൊക്കെ തന്നെ ഈ ഫർദിന്റെ എണ്ണുമ്പോഴൊക്കെ എണ്ണുന്നത് ആരാണ്? അവരാണല്ലോ. ഇനി പാവപ്പെട്ട ഈ മകനുണ്ട്, ഈ ഫർദിന്റെ അഹലുകാരൊക്കെ പാടെ കൂടിയിട്ട് ഇങ്ങോട്ട് വന്നു. എന്നിട്ട് അവർക്കൊക്കെ വീതിച്ചു കൊടുത്തു. ഒരു പെണ്ണുണ്ട്, പിന്നെ വേറെ കിട്ടുന്ന വല്യമ്മണ്ട്, ഉമ്മണ്ട്, ഇങ്ങനെയൊക്കെ വരുമ്പോ ഇവർക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് ഫറലായിട്ടുള്ള ഈ വിഹിതം മുഹരി വെച്ചു കഴിഞ്ഞാൽ എല്ലാ നിലക്കും അധ്വാനിച്ചുണ്ടാക്കി ആ വീട്ടിൽ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു. വീട് മോഡിഫൈ ചെയ്തു, അതുപോലെ കിണർ കുത്തി പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ആ വീട്ടിന്റെ പറമ്പിലൊക്കെ കൊത്തലും പിടിക്കലും അതിനുള്ള ചെലവൊക്കെ ചെയ്യും മകനെക്കാരം. പക്ഷെ പാവ ഈ മകന് ഈ ഫർദുകാർക്കൊക്കെ കൊടുത്താൽ ചിലപ്പോൾ കിട്ടാത്തൊരു കോലം വരും. അപ്പൊ നിങ്ങൾ എന്താ പറയാ? അപ്പൊ യുക്തി എവിടെ പോകുന്നു? കിട്ടാത്തൊരു കോലവും വരും. ഇനി കിട്ടുമെങ്കിൽ തന്നെ ഒരു മകള് മാത്രം അവശേഷിച്ചപ്പോൾ അവൾക്ക് പകുതി എന്ന് പറഞ്ഞ ആ ഒരു കണക്ക് കിട്ടാത്ത കോലവും വരും. അങ്ങനെയും വരും. ഇനിയിപ്പോ ഈ പറഞ്ഞതിന്റെ ഉടനെ തന്നെ അതേത് എന്ന് പറഞ്ഞാൽ ഈ ആശങ്കപ്പെടേണ്ട. വിഷയങ്ങൾ പറഞ്ഞു വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. കാരണം അതിന്റെ അടി കൂടി കയറി നമ്മൾ പറയുമ്പോൾ അത് വീണ്ടും അങ്കലാപ്പിലായി പോകും. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയും വരും എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ഒന്നും കിട്ടാത്തൊരു കോലവും വരുന്ന സാധ്യത ഉണ്ട്. കാരണം ആ മയ്യത്തിന് ഫറലായിട്ട് കെട്ടപ്പെടേണ്ടുന്ന ആളുകാരെല്ലാവരും ഉണ്ടായി, ഒരാളെ കൊണ്ട് ഒരാൾ പോവാത്ത രീതിയിൽ. അങ്ങനെ വരുന്ന സമയത്ത് ഈ മകന് ബാക്കി നോക്കുമ്പോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, മകന് കിട്ടുന്നത് എങ്ങനെയാണ്? കല്യാണത്തിന് ചോറ് വെച്ച പോലെയാണ് എന്റെ ഉസ്താദിന്റെ ശൈലി എടുത്ത് ഞാൻ പറഞ്ഞു. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഇവനൊന്നും കിട്ടാതെ വരാവുന്ന അവസ്ഥയും ഉണ്ടാവാം. ഇനി ഇതിലൊക്കെ വേറെയും കുറെ വിഷയങ്ങളൊക്കെ വരാനുണ്ട്. അഹു മുബാറക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ കടന്നു വരാണ്ട്. എല്ലാവരും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴാണ് അങ്ങനെ ഒരു അവസ്ഥ വരുന്നത്. അപ്പോഴാണ് അറിഞ്ഞത് എവിടെയോ വാപ്പ കല്യാണം കഴിച്ചിട്ട് ഒരു കുട്ടി അവിടെ ഉണ്ടായിരുന്നു, ആ കുട്ടി മരണപ്പെട്ടപ്പോൾ ഇങ്ങോട്ട് കടന്നു വരും. അപ്പോഴായിരിക്കും ഈ പറഞ്ഞ മസരക്കൾ മാറ്റേണ്ടി വരും. അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ ഇവിടെ തന്നെ അറിയുന്ന ഒരു അവസ്ഥ ഉണ്ടായി. കാരണം ഇവിടെ ഒരാൾ മരണപ്പെട്ടപ്പോൾ അയാളുടെ
എളാപ്പാന്റെ മകന് ഇവിടെ ഉണ്ട്. അപ്പൊ എളാപ്പാന്റെ മകനാണ് അതിന് അർഹരി എന്ന് കരുതി നിന്നു. അതും ഇവിടത്തെ ഏറ്റവും ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ആളുകള്, ഇവിടത്തെ ഖളാ ചെയ്യുന്ന ആളുകള്, വലിയ കുടുംബം. അപ്പൊ അവര് ഇങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചത്. പക്ഷെ ഈ ആള് മരണപ്പെട്ടപ്പോ അബൂദാബിയിൽ അദ്ദേഹം മുൻപ് കല്യാണം കഴിച്ചതിലുള്ള ഇവരുടെ ഇതേ പ്രായമുള്ള ഒരു മോൻ അവിടെ ഉണ്ട്. ആ മോൻ ആ മരണ വാർത്ത അറിഞ്ഞപ്പോ ഇവിടെ വന്നു. അപ്പൊ എന്തായി പോയി, ഈ പറഞ്ഞ ആളുകളിൽ നിന്നൊക്കെ സ്വത്ത് ആ മകന് മാത്രമാണ് കിട്ടി. ഇപ്പോൾ കസബിൽ നടന്നൊരു സംഭവമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച്. അപ്പൊ ഇങ്ങനെ സംഭവിക്കാം, അങ്ങനെ സംഭവിക്കുന്ന വളരെ കുറഞ്ഞ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ വിഷയം ഞാൻ ചുരുക്കി പറഞ്ഞല്ലോ, ഈ പറഞ്ഞ ആളുകൾക്കാണ് കിട്ടുന്നത് എന്ന് നിങ്ങൾക്ക് ഏകദേശ രൂപം മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ആ രീതിയിലൊക്കെയാണ് നിങ്ങളോട് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി പകുതി കിട്ടുന്ന ആളെ ഒന്നുകൂടി ഇനിയൊന്ന് കണ്ണ് തുറന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, നല്ലോണം ശ്രദ്ധിക്കുക. ഇനിയിപ്പോ നമ്മൾ 4 ആളെണ്ണി, ഒന്ന് മകള്, മകന്റെ മകള്, ഉമ്മയും വാപ്പത്തെ സഹോദരി, വാപ്പത്തെ സഹോദരി, ഇവർക്കാണ് പകുതി കിട്ടാൻ അർഹർ എന്ന് പറഞ്ഞല്ലേ നമ്മള്. അത് ഒരാളാകുമ്പോൾ വളരെ വ്യക്തമാണ്. മുംഫരിദാത്തിൻ എന്നാ പറഞ്ഞത്. ഇവർ ഒറ്റയായിട്ട് വരണം. ഇവരെ കൂടെ 2 ആണെങ്കിലും മസല മാറി, 3 ആണെങ്കിലും മാറി. നമ്മൾ ഇന്നലെ പഠിച്ചു. ഇത് 1 ആണെങ്കിലാണ് ഈ പറഞ്ഞത്. ഇനി കിട്ടാൻ പോകുന്നത് ആർക്കാണ്? ആ വിഭാരത്തന്നെ ഞങ്ങൾ വായിക്കാം. വലി സൗജിൻ ലൈസ ലിസൗജതിഹി ഫർഉൻ വാരിസുൻ ദകറൻ കാന ഔ ഉൻസ. ആർക്ക് പകുതി കിട്ടാൻ അർഹതയുള്ള മറ്റൊരാളാണ് ആര്? ഭർത്താവ് എന്ന് പറയുന്ന ആള്. സൗജ്, ഭർത്താവ്. അപ്പൊ ഭർത്താവിന് ഭാര്യ മരിച്ചാൽ ഭർത്താവിന് എന്ത് കിട്ടും? പകുതി കിട്ടും. എപ്പോഴാണ് കിട്ടുക? ഈ ഒരാൾ കല്യാണം കഴിച്ച് ഭർത്താവിന് ഫർഉൻ വാരിസേ ഇല്ല എന്ന് പറഞ്ഞാൽ മക്കൾ ഇല്ല, മക്കളോ മകന്റെ മക്കളോ ആയിട്ട് ആ വകുപ്പിൽ ഒരാളും ഇല്ല. അത് പെണ്ണായിട്ടോ ആണായിട്ടോ ആരുമില്ല. ഈ ഭർത്താവിന് പെണ്ണായിട്ടോ ആണായിട്ടോ അല്ല, ഭർത്താവിനല്ല ഭാര്യക്ക്, മരണപ്പെട്ട ഇത് ഭാര്യയാണ്. അപ്പൊ ഭാര്യ മരിക്കുമ്പോ ഭർത്താവ് ഹയാത്തിലുണ്ട്. ആ ഭർത്താവിന് പകുതിക്ക് അവകാശമുണ്ട്. എപ്പോൾ ഈ സൗജത്ത് എന്ന് പറയുന്ന ഭാര്യക്ക് മക്കളോ അല്ലെങ്കിൽ ആ പരമ്പരയിൽ വരുന്ന ആരുമില്ല. അത് ആരാവട്ടെ, ആണാവട്ടെ പെണ്ണാവട്ടെ, അങ്ങനെ ആരുമില്ലാതെ വന്നു. അതായത് ഫർവാരിസന മക്കൾ ഉണ്ടാവാതിരിക്കുക എന്നർത്ഥം. അതായത് ആണായിട്ടോ പെണ്ണായിട്ടോ മകനോ മകളോ ഇല്ലാതെ വന്നു, അവരില്ല, ഫർവാരിസ് ഇല്ല, മക്കളില്ലാത്ത ഒരവസ്ഥ വരികയും ഈ ഭാര്യ മരണപ്പെടുകയും പിന്നെ ഉള്ളത് ആരാ? ഈ ഭർത്താവ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. എങ്കിൽ ഭർത്താവിന് പറയാൻ പറ്റില്ല എനിക്ക് ഫുള്ള് വേണമെന്ന്. അതിന് അവകാശമില്ല. ശറഅ് വെച്ചത് പകുതിയാണ്. 1/2, അതാണ് ഹാഫ്. അപ്പൊ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ 1/2 മാത്രമേ ആർക്കുള്ളൂ, പകുതിയുള്ളൂ. കാരണം ഇവര് കല്യാണം കഴിഞ്ഞൊരു 40 കൊല്ലമോ 50 കൊല്ലമോ ഒക്കെ ഒരുമിച്ച് ജീവിച്ചു. എല്ലാ നിലക്കും അവർ തന്നെ ഒരുമിച്ച്, വേറെ ആരുമില്ല, മക്കളില്ലല്ലോ. അപ്പൊ അങ്ങനെ ജീവിച്ചു പോന്നു. അപ്പോ ആ ഒരു ഉള്ളറിഞ്ഞ സ്നേഹവും ബന്ധവും ഒക്കെ ഉള്ളാവുമ്പോ നമുക്ക് അപ്പൊ ഇവനെ ആൾക്കുന്നുണ്ട് ഇല്ലേ, അങ്ങനെയുള്ള ആ ഒരു ചിന്ത വേണ്ട. അങ്ങനെയല്ല, ഇങ്ങനെയാണ് ഷറഅ് പറഞ്ഞത്. ആ ഷറഅന്റെ ഉള്ളിലുള്ള ഹുക്കുമത്തിലേക്ക് എത്താൻ ലോകത്തൊരാൾക്കും സാധ്യമല്ലല്ലോ. പടച്ച റബ്ബ് പറഞ്ഞ ഹുക്കുമല്ലേ, ഖുർആനിൽ പറഞ്ഞതല്ലേ. അപ്പൊ അതാണ്. അതിലൊക്കെ മറ്റുള്ള ഹുക്കുമത്തുകളും ഉണ്ട്. അത് ഒന്നിപ്പോൾ ഇതിന്റെ കൂടെ പറയാൻ പറ്റുന്നതല്ല. ഒക്കെ നമുക്ക് മറ്റൊരു രീതിയിൽ അതിന്റെ സമയങ്ങൾ വരുമ്പോൾ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് 6 വിഭാഗം ഉള്ളതിൽ 3-ൽ 2 കിട്ടുന്നവരെ പറഞ്ഞു. ഇപ്പോൾ അര കിട്ടുന്ന, 2-ൽ 1 കിട്ടുന്ന, 1/2 കിട്ടുന്ന, നിസ്ഫ് കിട്ടുന്ന ആളുകളെയും പറഞ്ഞു. അവർ 5 ആണ് എന്നും നമ്മൾ ഇന്ന് ചർച്ച ചെയ്തു. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കിയും സംസാരിക്കാൻ റബ്ബിന്റെ തൗഫീഖ് കിട്ടുമാറാവട്ടെ. അതിനുള്ള എല്ലാ വഴികളും റബ്ബ് തുറന്നു തരുമാറാവട്ടെ. ഇത് നേരാവണ്ണം മനസ്സിലാക്കാനും അതനുസരിച്ച് അമല് ചെയ്യാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും ഒക്കെ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് ഈ വിഷയം എത്തിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു